രാജകുമാരനെ കാത്തിരുന്ന തോഴിമാരുടെ കഥ ഓർമ്മയുണ്ടോ? അതായത് രാജകുമാരൻ വരും, ഈ രാജകുമാരനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തോഴിമാരിങ്ങനെ കൊട്ടാരത്തിൻ്റെ കവാടത്തിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. ഇവരെല്ലാവരും തന്നെ എണ്ണയൊഴിച്ച് കത്തിച്ച് വെച്ചൊരു വിളക്കുമായിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ രാജകുമാരൻ വരുമ്പോൾ തോഴിമാരെല്ലാവരും ചേർന്നിട്ട് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ തോഴിമാർക്കൊക്കെ രാജകുമാരൻ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കും. അതുമാത്രമല്ല, ഈ കൂട്ടത്തിൽ നിന്ന് സുന്ദരിയായ ഒരു തോഴിയെ രാജകുമാരൻ വിവാഹവും കഴിക്കും. പക്ഷേ കുറേ നേരമായിട്ട് ഈ തോഴിമാർ കാത്തിരുന്നിട്ടും രാജകുമാരൻ വരുന്നത് കാണുന്നില്ല. നേരെ ഒരുപാട് കടന്നുപോയി. തോഴിമാർ കത്തിച്ചു വെച്ച വിളക്കിലെ എണ്ണയൊക്കെ പതുക്കെ പതുക്കെ വറ്റിത്തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പല തോഴിമാരുടെയും കയ്യിലുണ്ടായിരുന്ന വിളക്കിലെ എണ്ണ വറ്റി വിളക്കണഞ്ഞു. ആ ഇരുട്ടിൽ ക്ഷീണം കാരണം പല തോഴിമാരും കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ എല്ലാ തോഴിമാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് രാജകുമാരൻ്റെ വരവ്. രാജകുമാരനും അനുയായികളും വരുന്ന കുതിരക്കുളമ്പടി ശബ്ദം കേട്ടിട്ടാണ് തോഴിമാർ ഉറക്കത്തിൽ നിന്നുണരുന്നത്. എല്ലാ തോഴിമാരും ഞെട്ടി ഉണർന്ന് റെഡിയായി. പക്ഷേ അവരെല്ലാവരും ഇരുട്ടിലാണ്. അവരുടെ കയ്യിൽ രാജകുമാരനെ സ്വീകരിക്കാൻ ഈ എണ്ണയിട്ട് കത്തിച്ച് വെച്ച വിളക്കില്ല. കാരണം വിളക്കിലെ എണ്ണ പറ്റിപ്പോയില്ലേ. ആ സമയത്ത് ഒരേ ഒരു തോഴി മാത്രം അപ്പോഴും കത്തി നിൽക്കുന്ന വിളക്കുമായിട്ട് മുന്നോട്ട് വന്നു. രാജകുമാരൻ വന്നു. ഈ തോഴി ആ രാജകുമാരനെ സ്വീകരിച്ചു. രാജകുമാരൻ ഈ തോഴിക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. ഒടുക്കം രാജകുമാരൻ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ തോഴിയുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയോ? മറ്റു തോഴിമാരെല്ലാവരും ഈ എണ്ണയിട്ട് കത്തിച്ച വിളക്കുമായിട്ട് കാത്തിരുന്നപ്പോൾ രാജകുമാരൻ വരുമ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വിളക്കിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ തോഴി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വിജയം വരുമ്പോൾ വിജയത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയുമായി തയ്യാറായിട്ട് കാത്തിരിക്കണം. കാരണം ലക്ക് ഓൺലി ഫേവേഴ്സ് എ പ്രിപ്പയർഡ് മൈൻഡ്. സന്നദ്ധമായ മനസ്സുകളെ മാത്രമാണ് ഭാഗ്യം കടാക്ഷിക്കുന്നത്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.